ഹലോ എവരി വൺ, അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മിഡിൽ ഈസ്റ്റേൺ സാലഡ് റെസിപ്പി, ഫത്തൂഷ് സാലഡ്. ഇത്തിരി വെറൈറ്റി ടേസ്റ്റുള്ളൊരു സാലഡാണ് കേട്ടോ ഇത്. പക്ഷേ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് എല്ലാം കോമൺ. ലെറ്റ്യൂസ് ചെറുതായിട്ട് അരിയാം, ടൊമാറ്റോയിൽ വെള്ളം മാറ്റി നിർത്തിയിട്ട് നമുക്കതിൻ്റെ ഫ്ലഷ് മാത്രം അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കം എല്ലാം ക്യൂബായിട്ട് അരിഞ്ഞെടുക്കാം. ഓരോ വെജിറ്റബിൾസും നമുക്ക് എത്ര കണ്ടൻറ്റ് വേണം അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലോ കുറവോ എടുക്കാം. ഞാനിവിടെ ഗാർഡൻ റാഡിഷാണ് എടുത്തിട്ടുള്ളത്, അതും ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തു. കുക്കുംബർ എടുക്കാം, ഒന്നോ രണ്ടെണ്ണോ എടുക്കാം. പുതിനയിലയും പാഴ്സ്ലി ലീഫും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി മിൻസ് ചെയ്യുക, അതായത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കാം. പീത്ത ബ്രെഡ് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ന്യൂൻ എന്ന് പറഞ്ഞ ട്രഡീഷണൽ ബ്രെഡ് ഉണ്ട്, അതെടുത്തിട്ട് ട്രയാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എണ്ണയിൽ പൊരിച്ചു വരും. ഇനി എല്ലാ വെജിറ്റബിൾസും അസംബിൾ ചെയ്യുക. അതായത് ലെറ്റ്യൂസ്, ടൊമാറ്റോ, ക്യാപ്സിക്കം, റാഡിഷ്, മിൻറ്റ്, പാഴ്സ്ലി ലീഫ്, അതുപോലെ കുക്കുംബർ, ശേഷം വെളുത്തുള്ളി ചേർത്തു. ഇനി നാരങ്ങ നീര് അത്യാവശ്യത്തിന് ചേർക്കാം. ഞാനൊരു 1/4 കപ്പ് ലെമൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഒലീവ് ഓയിൽ 1/4 കപ്പ് ഒലീവ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കാം ആവശ്യത്തിന്. ഇനി മെയിൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ് സുമാക് പൗഡർ. അത് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ സാത്തർ പൗഡറാണ് ആഡ് ചെയ്തത്. പിന്നീട് ഫ്രൈ ചെയ്തിട്ടുള്ള പീത്ത ബ്രെഡ് ആഡ് ചെയ്ത് കൊടുത്തു. മഞ്ഞൾ കയ്യിലില്ലാത്തതുകൊണ്ട് മഞ്ഞളില്ല സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞ പോലെ. മെയിൻ ഇൻഗ്രീഡിയൻ്റായ സുമാക് പൗഡർ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് സുമാക്കില്ല സാത്തർ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ കൂടെ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് കടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.